+1 +2 സ്റ്റുഡൻസ് ശ്രദ്ധിച്ച് കേൾക്കുക. സാഡ് ന്യൂസ് ഉണ്ട്, എന്താ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് +1 +2 എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനും കാര്യങ്ങളും ക്ലാസ്സുകളും സ്റ്റഡി ടൈം ടേബിൾ മോട്ടിവേഷൻ ഒക്കെ ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ആണ് ഞാൻ പറഞ്ഞ വീഡിയോ ലോങ് ആക്കുന്നില്ല. +1 +2കാർക്ക് സാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഓണം എക്സാം ടഫായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ വെറുതെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കൊരു വാർണിംഗ് തരാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇത് ഞാൻ പ്രൂഫോടെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓണം എക്സാം ടഫ് കാരണം വളരെ സിമ്പിളാണ്. ഓണം എക്സാം ടഫാവാൻ കാരണം 2 എണ്ണമാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങളുടെ SSLC ജൂനിയേഴ്സ് ഓക്കെ അവർക്ക് ഒരു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടേം മോഡൽ എക്സാം എന്ന് പറഞ്ഞിട്ട് പേപ്പർ റിലീസ് ചെയ്യേണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താണ് ഓണം എക്സാം ആയിട്ടാണ് കരുതുക. അതിൻ്റെ മോഡൽ പേപ്പർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മളെല്ലാവരും അനലൈസ് ചെയ്തു. നമ്മൾ കുറേ വർഷങ്ങളിലെ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഫൈനൽ എക്സാമൊക്കെ കണ്ടതല്ലേ. നിങ്ങൾ കഴിഞ്ഞ വർഷം SSLC എഴുതിയതാ. നിങ്ങൾ +1 കുട്ടികളാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം SSLC എഴുതിയല്ലേ. നിങ്ങൾ പോയി നോക്കിക്കോ. ആ മോഡൽ എക്സാം പേപ്പർ നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ടേമിൻ്റെ കേട്ടോ അത് ടഫാണ്. ഓക്കെ, അത് ടഫാണ്, ഒരു സംശയമില്ല, ടഫാണ്. പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. CBSE പാറ്റേണിലേക്ക് ചെറുതായിട്ട് അലൈൻ ചെയ്യുന്നുണ്ട്. CBSE പാറ്റേൺ ആയെന്നല്ല പറയുന്നത്, CBSE പാറ്റേണിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ടഫായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. SSLC മാത്രമേ ടഫാക്കൂലല്ലോ, മൊത്തം ഓർഡർ വന്നിട്ടുണ്ടോ ടഫാക്കണം എന്ന്, പേപ്പർ ഡിഫിക്കൽട്ട് ആക്കണം എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഫസ്റ്റ് കാരണം. സെക്കൻഡ് കാരണം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ലാസ്റ്റ് ഇയർ പബ്ലിക് എക്സാം നോക്കുക. സ്പെഷ്യലി +2 കുട്ടികൾക്ക് അറിയാം നിങ്ങളുടെ പബ്ലിക് എക്സാം ടഫായിരുന്നു ഈസി ആയിരുന്നോ. നിങ്ങൾ PYQ എല്ലാം പ്രാക്ടീസ് ചെയ്ത് പോയ ഒരു +2 കുട്ടി ഒന്ന് പ്ലീസ് കമൻറ്റ് ചെയ്യുക. +1 നിങ്ങളെല്ലാം പബ്ലിക് എക്സാമിൻ്റെ PYQ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ. ആ പ്രാക്ടീസ് ചെയ്ത കുട്ടി പബ്ലിക് എക്സാം എങ്ങനെ പെർഫോം ചെയ്തെന്ന് പറയാം. ടഫറായോ അല്ലെങ്കിൽ ഈസിയർ ആയോ എന്ന് പറയാം. ഓക്കെ, എനിക്ക് ഉറപ്പാണ് 80% കുട്ടികളെങ്കിലും PYQ പ്രാക്ടീസ് ചെയ്തവർ പറയും പബ്ലിക് എക്സാം നല്ല ടഫായിരുന്നു. കാരണം എന്താണ്, പാറ്റേൺ ബ്രേക്ക് ചെയ്തു. യു ബ്രേക്കിംഗ് ദ പാറ്റേൺ അല്ലേ. പാറ്റേൺ ബ്രേക്ക് ചെയ്തു. ഒരേ ക്വസ്റ്റ്യൻസ് വർഷങ്ങളിലോടെ റിപ്പീറ്റ് അടിക്കുന്നതിന് പകരം പാറ്റേൺ ബ്രേക്ക് ചെയ്തു. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ എപ്പോഴും എടുക്കുന്നതിന് പകരം ആ ഒരു പ്ലസ് മാറ്റി ഒരു മൈനസ് ആക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്. ഓർമ്മയുണ്ടോ? ഒരു ബൈനോമിയൽ തിയറത്തിന് ഒരു 2⁻0 = 1 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നു. അത് പ്ലസ് ആയിരുന്നു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൈനസ് ആക്കി. അതോടെ ഫുൾ പ്രശ്നം. അതൊന്നാമത് ആരും ശ്രദ്ധിക്കാത്തൊരു ക്വസ്റ്റ്യനാണ്. ഒരു പുതിയ ഫോർമുല NCR + NCR -1 R-1 എന്നുള്ള ഫോർമുല ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രാവശ്യം മെൻഷൻ ചെയ്തില്ല, വേറെ എവിടെയും ചോദിക്കാറില്ലായിരുന്നു. പക്ഷേ അത് ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു. അങ്ങനെ പ്രശ്നമാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം +2കാർക്ക് അറിയാം, നല്ല ധാരണയുണ്ട്. നിങ്ങളുടെ +1 PYQ മാത്രം പഠിച്ചു പോയ കാര്യമില്ല, പാറ്റേൺ മാറിയിട്ടുണ്ട്, ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ +1 പേപ്പറും ടഫായിരുന്നു. SSLC +1 ആയ കുട്ടികൾക്ക് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കുക. SSLC കേരള മോഡൽ പേപ്പർ ടേം 1 അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പേപ്പറാണ്, നിങ്ങൾക്ക് മനസ്സിലായി എത്ര ടഫായത്. നിങ്ങളുടെ ഫൈനൽ എക്സാമിനെക്കാളും ടഫായിരുന്നു ഈ പേപ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് പറയാം, നിങ്ങളുടെ ഓണം എക്സാം ടഫായിരിക്കും. ഓക്കെ, അത് ടഫാവുമെന്ന് ഉറപ്പിച്ചോ. കാരണം നിങ്ങൾ പബ്ലിക് എക്സാം എല്ലാം കഴിഞ്ഞ വർഷങ്ങളായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്, എല്ലാം പേപ്പർ ടഫാക്കുന്നു, ഇവാലുവേഷൻ സ്ട്രിക്റ്റർ ആക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഒറ്റ വർഷം കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യില്ല, മെല്ലെ ഇംപ്ലിമെൻ്റ് ആയിക്കോളും. അപ്പോൾ ഈ വർഷം നിങ്ങളതിൽ സൂക്ഷിച്ചു പോയ എക്സാമിന് നേരത്തെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓഗസ്റ്റ് 21 ഒരു ഇവൻറ്റിൻ്റെ മൺഡേ, ഓഗസ്റ്റ് അല്ല ജൂലൈ 21 ഒരു ഇവൻറ്റിൻ്റെ മൺഡേ, അത് കാണാത്തവർ അത് കാണുക. അത് കണ്ടിട്ടില്ലെങ്കിൽ വരാൻ പോവുകയാണെങ്കിൽ നിങ്ങളത് നോട്ടിഫൈ ചെയ്ത് വെക്കുക, എന്നിട്ട് പഠിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആദ്യം മുതൽ പ്രോപ്പറായിട്ട് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും നോട്ട്സും PYQസും വർക്ക്ഷീറ്റും ടെസ്റ്റുകളും ഒക്കെ ആയിട്ട് മൊത്തം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് A+ ഫുൾ മാർക്ക് കിട്ടുകയല്ല ചെയ്യുക, അത് ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് കിട്ടുക. അത് വീണ്ടും പറയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ടോപ്പേഴ്സ് +1 +2 ഉണ്ടാക്കിയിട്ടുണ്ട്. റിസൾട്ടൊക്കെ വേണമെങ്കിൽ പോയി വെറുതെ അടിച്ചാൽ എക്സാമിൻ്റെ +1 റിസൾട്ട് +2 റിസൾട്ട് എന്ന് അവരെ പോയി നോക്കുക. അവരെ പോലെ നിങ്ങൾക്കും +1 +2 ടോപ്പർ ആവണമെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ഓൾ ദി ബെസ്റ്റ് ഫോർ എ ഓണം എക്സാം. ടഫാണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയാൽ ഈസി ആവും. അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാം സാഡ് ന്യൂസ് മാറ്റിയിട്ട് നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് ആക്കണം, നിങ്ങൾ തകർത്തു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഓണം എക്സാം കഴിഞ്ഞിട്ട് കാണാം.